ഹായ് ഹലോ വെൽക്കം ടു ഹാർട്ട് ആൻഡ് ആർട്ട് ബൈ ഐശ്വര്യ. അപ്പോൾ ആ ഐശ്വര്യ ഞാനാണ്. എൻ്റെ ഡ്രോയിങ്ങും ക്രാഫ്റ്റും മാത്രം കണ്ടാൽ മതിയോ? ഞാൻ ആരാന്നും കൂടി നിങ്ങൾ അറിയണ്ടേ? അപ്പോൾ ഇന്നൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ട്രിവാൻഡ്രംകാരിയാണ്. ട്രിവാൻഡ്രത്ത് കവടിയാറാണ് താമസിക്കുന്നത്. എനിക്കൊരു കുഞ്ഞ് ബേബി ഉണ്ട്, നിഹാര. ഹസ്ബൻഡ് ദുബായിലാണ്. ഹസ്ബൻഡ് പേര് ബിനു. പിന്നെ ഞാൻ ബൈ പ്രൊഫഷണലി ഒരു HR ആണ്. പക്ഷേ ഇപ്പോൾ മോർ ദാൻ 1 year ആയിട്ട് കരിയർ ബ്രേക്ക് എടുത്തേക്കാണ്. ഇനി ദുബായിക്ക് പോകണം, ജോബ് ഹണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഇതാണ് ഇപ്പോഴത്തെ പ്ലാൻ. പിന്നെ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ ദാസ എന്ന് പറയുന്ന പോലെ. ആ സമയമാകുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കും. ഇപ്പോൾ ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. വളരെ മീനിങ് കൂടിയാണ് ഞാൻ ഈ ഒരു പേരിട്ടേക്കുന്നത്, ഹാർട്ട് ആൻഡ് ആർട്ട്. അപ്പോൾ വർഷങ്ങളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഒരു സെൽഫ് കോൺഫിഡൻസ് കുറവ് കാരണം ബാക്കിലോട്ട് വലിയുന്നു. പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കും തുടങ്ങണം, ഞാൻ എന്നാ തുടങ്ങുക എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കും. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒരു ടൈമായെന്ന് തോന്നുന്നു. ആൻഡ് അതിനു മുമ്പ് എനിക്ക് ക്രാഫ്റ്റിൻ്റെതായിട്ട് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടായിരുന്നു. പക്ഷെ വലിയ ഫോളോവേഴ്സൊന്നും ഉണ്ടായില്ല. ബട്ട് ഓർഡേഴ്സൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു ഫ്രം ഫ്രണ്ട്സ് സർക്കിൾ, ഫാമിലി, ടീച്ചേഴ്സ്. അവരുടെ നിന്നൊക്കെ ഓർഡർ കിട്ടും, അങ്ങനെ ചെയ്യും. പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ റൂമിൻ്റെ ഒരു സൈഡ് നോക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ചെയ്താൽ കൊള്ളാം എന്നൊക്കെ തോന്നിയിട്ട് ഞാൻ തന്നെ എൻ്റേതായ പണികൾ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ആർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്, എൻ്റെ ഹോബീസാണ്. ക്രാഫ്റ്റും ഡ്രോയിങ്ങും അല്ലാതെ ഡാൻസ് എൻ്റെ ഒരു ഹോബിയാണ്. കുഞ്ഞിലെ തൊട്ട് പഠിച്ചതായിരുന്നു. പിന്നെ അത് ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി. പക്ഷേ ഡ്രോയിങ് ഒന്നും കണ്ടിന്യൂ ചെയ്തതേ ഇല്ല. ഇപ്പോഴാണ് അതൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ യൂട്യൂബ് നോക്കിയൊക്കെ കുറേ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്, അതൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, റെസിൻ ആർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കമ്മിങ് ടു ഹാർട്ട്, മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നെ പോലത്തെ പല ലേഡീസും ഈ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് പോസ്റ്റ്പാർട്ടം സ്റ്റേജ്, ഡിപ്രഷൻ സ്റ്റേജിലൂടെ പോയിട്ടുള്ളവരുണ്ടാവും. ഞാൻ കൂടുതലും പോയിട്ടുള്ളവരുടെ സ്റ്റോറി കേട്ടിട്ടുണ്ട്, അല്ലാതെ പോയിട്ടില്ലാത്തവരുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ ഞാനും പോയിട്ടുണ്ട്. എന്നെ എൻ്റെ പാരൻസ് അതിലൊത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ പണ്ട് മെഡിറ്റേഷനൊക്കെ ചെയ്യുമായിരുന്നു. പണ്ടെന്ന് പറഞ്ഞാൽ ഈ കൊറോണ സമയത്തായിരുന്നു ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷനെയൊക്കെ കുറിച്ച് കേട്ടിട്ടുള്ളത്. അന്ന് അതായത് ബുക്സ് ഒന്നും വായിക്കാറില്ലായിരുന്നു. എന്താണെന്നറിയില്ല, എനിക്ക് ആ സമയത്ത് എല്ലാവരും പറയും ബുക്സ് വായിക്കും, ടീച്ചേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് ബുക്സ് വായിക്കണം എന്ന്. പക്ഷേ അതെൻ്റെ ഒരു ഹോബിയല്ല, എനിക്ക് എന്തോ അറിയില്ല, ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഞാൻ ബുക്സ് വായിക്കാൻ തുടങ്ങി. അതെൻ്റെ ഒരു ഹോബിയായിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ എല്ലാ കൈൻഡ് ബുക്ക് വായിക്കുമെന്ന് ചോദിച്ചാൽ നോ, ഇല്ല. ലൈഫ് പേർപ്പസ് ബുക്കാണ് ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. നാളെ ഒരു സമയം അത് മാറാം, വേറെയും ബുക്സ് വായിക്കാം. ബട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് അങ്ങനത്തെ ബുക്സാണ്. എനിക്ക് മെൻറ്റേഴ്സ് ഉണ്ട്, ഞാൻ അവരുടെയൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബൊക്കെ നോക്കിയാൽ കാണാം, ഒത്തിരി പേരുണ്ട് ഇതുപോലെ ക്ലാസ് എടുക്കുന്നവർ. കുറച്ച് അഡീഷണൽ ഇൻഫോർമേഷൻസൊക്കെ അവർ തരാറുണ്ട്. വളരെ ഹെൽപ്ഫുള്ളായിരുന്നു എനിക്ക്. അതായത് എൻ്റെ ലൈഫിൽ പോസിറ്റീവ് തോട്ട്സോട് കൂടി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ലൈഫിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് ആവശ്യമില്ലാത്ത നെഗറ്റീവ് കാര്യങ്ങളും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണല്ലോ നമ്മുടെ ലൈഫ്. എനിക്ക് മാത്രമല്ല, ഇത് കേൾക്കുന്ന നിങ്ങളും ചിന്തിച്ചാൽ നിങ്ങൾക്കും മനസ്സിലാവും നിങ്ങളും അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതായത് ഞാൻ എൻ്റെ ബുക്സിലൂടെ, ഞാൻ അറ്റൻഡ് ചെയ്ത ക്ലാസ്സിലൂടെ, എൻ്റെ മെൻറ്റേഴ്സ് തന്ന ക്ലാസ്സിലൂടെയൊക്കെ എനിക്ക് കിട്ടിയ ആ ഒരു നോളേജ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കും കൂടി ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഹാർട്ട് കൊണ്ടുള്ള കോൺസെപ്റ്റ്, അതുകൊണ്ടുള്ള ഒരു ഉദ്ദേശം. ചിലപ്പം എൻ്റെന്നും കൂടുതൽ അറിവ് നിങ്ങൾക്കും ഉണ്ടാവാം. നിങ്ങളുടെ അറിവ് എന്നോടും ഷെയർ ചെയ്യാം. ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്സ് പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്കും കറക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അങ്ങോട്ട് നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഹാർട്ടിനെ കണ്ടൻറ്റാക്കി ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് പോയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഉടനെ തന്നെ ആ ഒരു കണ്ടൻറ്റായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, ഹാവ് എ നൈസ് ഡേ, ഹാവ് എ ഹെൽത്തി ഡേ. ബൈ.